നമസ്കാരം. അഗ്നി ഇഗ്നൈറ്റിംഗ് ലൈവ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, നിങ്ങളെ കേൾക്കാൻ ഒരാൾ എന്ന നിലയിൽ അഗ്നി ഇഗ്നൈറ്റിംഗ് ലൈവ്സ് ഒരു എപ്പിസോഡിൽ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇമെയിലായി അഗ്നിയെ അറിയിക്കാം, അഗ്നി അതിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്ന്. അങ്ങനെ വന്ന ഒരുപാട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചോദ്യം അയച്ച സുഹൃത്ത് ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. തൻ്റെ ഭർത്താവ് തൻ്റെ മക്കളെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്ന പരാതിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് തൻ്റെ 2 മക്കളിൽ ഒരാളോടാണ് തനിക്ക് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞ് അമ്മയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെക്കുറിച്ചാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് ആവശ്യപ്പെട്ട ചോദ്യം. ഒരു കുട്ടിയോട് മാത്രം കൂടുതൽ സ്നേഹം കാട്ടുന്ന അമ്മയാണ് എന്ന് പറഞ്ഞ് കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അച്ഛനെ അല്ലെങ്കിൽ ഭർത്താവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന ക്വസ്റ്റ്യന് ഉള്ള ഉത്തരമാണ് ഇന്ന് അഗ്നി ഇഗ്നൈറ്റിംഗ് ലൈവ്സിൻ്റെ ഒരു എപ്പിസോഡിൽ കൂടി തരാൻ ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ആ കുട്ടികളെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അച്ഛനോട് തൻ്റെ പ്രവൃത്തികൾ തനിക്ക് വേദനിപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കുട്ടികളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ 2 കുട്ടികളിൽ ഒരാളോട് പാർഷ്വാലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴോ കുട്ടികളെ എന്നിൽ നിന്ന് അകറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹത്തിനെ അറിയിക്കാൻ ശ്രമിക്കുക എന്നതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രയാസങ്ങൾ അറിയിച്ചതിന് ശേഷവും പങ്കാളിയിൽ നിന്നും ഇതേ പ്രവൃത്തിയാണ് തുടരുന്നത് എന്നാൽ നമ്മൾക്ക് ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരു കളിയടിയായി കണ്ട് അല്ലെങ്കിൽ ഒരു തമാശയായി കണ്ടില്ലെന്ന് വെക്കാം. എന്നിട്ടും വേദനാജനകമായ പ്രവർത്തികൾ തുടരുകയാണ്, താങ്കളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ അടുത്തതായി നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വേണം. സ്നേഹം എന്ന ഒരു വികാരം, അത് എൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ സ്നേഹിച്ച് എൻ്റെ കുട്ടികളെ മനസ്സിലാക്കിക്കും. എൻ്റെ സ്നേഹം 2 പേർക്കും ഒരേപോലെ വിലപ്പെട്ടതാണ്, എനിക്ക് 2 പേരും ഒരേപോലെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ സ്നേഹം കൊണ്ട് എൻ്റെ കുട്ടികളെ മനസ്സിലാക്കിക്കും എന്ന് സ്വയം വിശ്വസിക്കുക. സ്വയം ചെറുതായി കാണാതെ, അല്ലെങ്കിൽ ഒരാൾ എൻ്റെ കുട്ടികളിൽ എനിക്ക് സ്നേഹം കുറവാണ് എന്ന് പറഞ്ഞാൽ കുറയുന്നതാണ് തൻ്റെ സ്നേഹം എന്ന് സ്വയം വിലയിരുത്താതെ തൻ്റെ സ്നേഹത്തിൻ്റെ വിലയും തന്നിലുള്ള വിശ്വാസവും പൂർവാധികം ശക്തിയിൽ താങ്കൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടികളിലേക്ക് താങ്കൾ ഓരോ നിമിഷവും സ്നേഹത്തിൻ്റെ ആഴത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്നേഹം വേഗം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സാണ്. അവർ അറിയുക, ലെറ്റ് ദം ഫീൽ യുവർ ലവ്, താങ്കൾ സ്നേഹിക്കുന്നു എന്ന് ആ കുട്ടികൾ അറിയട്ടെ. ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അബണ്ടൻറ്റ് ഓഫ് ലവ് അത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് പ്രകടമാക്കുക എന്നതിനെക്കുറിച്ച് ഒരു 15 ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഒരു ടിപ്സ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ടിപ്സുകൾ താങ്കളെ പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനും സഹായകമാകും എന്ന വിശ്വാസത്തോടു കൂടി എൻ്റെ ടിപ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലുക്ക് ദം ഇൻ ദെയർ ഐസ്. ഒന്ന് കുനിഞ്ഞ് താഴെ ഇറങ്ങി കുട്ടികളുടെ കണ്ണിന് നേരെ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. മാറ്റം അവിടെ നിന്ന് തുടങ്ങും. കുട്ടിക്ക് താനും അമ്മ തന്നെയും ശ്രദ്ധിക്കുന്നു എന്ന് കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങും. കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അവർ കുറച്ചുകൂടി ഉള്ളു തുറന്ന് നിങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങും. സോ ഇനി മുതൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുമല്ലോ. അടുത്ത പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ്. നമുക്ക് കുട്ടിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിലല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് ഫിസിക്കലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക, ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്യുക, ഇടയ്ക്കൊന്ന് കിസ് ചെയ്യുക, ഇടയ്ക്കൊന്ന് ഹഗ് ചെയ്യുക. നമ്മളിൽ എത്ര പേരുണ്ട് നമ്മുടെ കുട്ടികളെ ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുകയോ ചെയ്യുന്ന എത്ര പേരുണ്ട്. സോ അത് നിങ്ങൾ ഒരു ദിനചര്യയായിട്ട് തന്നെ തുടരുക. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഒന്ന് തൊടാനും അവരുമായിട്ട് ഒരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് എപ്പോഴും കുട്ടികളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. അവരെ കൂടെ ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കാം, അവരെ ഒപ്പം ഇരിക്കാം, ഒരുമിച്ച് ഒന്ന് സോഫയിലിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കിടത്തി ഉറക്കാൻ ശ്രമിക്കാം. സോ എപ്പോഴും ആ കുട്ടികളിൽ നമ്മൾ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാം.
കോംപ്ലിമെൻറ്റ് ദം, അതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ആരാണ് പ്രശംസ ആഗ്രഹിക്കാത്തത്? കുട്ടികളെ നിങ്ങൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങളിൽ തിരിച്ചറിഞ്ഞ് അവരെ ഇടയ്ക്കൊന്ന് അഭിനന്ദിച്ചു കൊടുത്താൽ അവരുടെ മുന്നിൽ നിങ്ങളുടെ സ്ഥാനം ഒരുപാട് ഉയരും. ആ ഒരു കോംപ്ലിമെൻറ്റ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു പ്രോത്സാഹനം അവർക്ക് ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവരെ ഇടയ്ക്കൊന്ന് താങ്ക് യു, അവരോട് ഒരു താങ്ക് യു പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം ഒരുപാട് വളരും. ആ താങ്ക് യു ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നെക്കാട്ടി ഒരുപാട് ചെറുതല്ലേ കുട്ടിയോട് ഞാൻ എന്തിനാണ് താങ്ക് യു പറയുന്നത് എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് ചെയ്യുന്ന ചെറിയ കാര്യം, അതായത് ഇപ്പോൾ അവർ എന്നും വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൃത്തിയായി നിങ്ങളുടെ റൂം മെയിൻറ്റെയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ഏതെങ്കിലും ഒരു 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 കാര്യത്തിൽ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ നിങ്ങളൊന്ന് താങ്ക് യു പറഞ്ഞാൽ അവരുടെ സെൽഫ് എസ്റ്റീം വളരുകയാണ്. സോ ഇറ്റ് മേക്സ് ദം തിങ്ക് ബിഗ്. അവർ ചെയ്ത കാര്യത്തെ ഓർത്ത് അവർ അഭിമാനപൂർവ്വം അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷമായിരിക്കും. സോ അവർ ചെയ്യുന്ന ഒരു ചെറിയ നന്മ പോലും നിങ്ങൾ കണ്ടില്ല എന്ന് വെക്കാതെ അതിനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് താങ്ക് യു പറയാൻ ശ്രദ്ധിക്കുക. അവരോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് തിരക്കുകളുള്ളവരായിരിക്കും, ചിലപ്പോൾ പുറമെ ജോലിക്ക് പോയിട്ട് വന്നിട്ടും കുട്ടികളെ നോക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ടൈം ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ കിട്ടുന്ന ടൈം അതൊരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുക. ആ ഒരു 10 മിനിറ്റ് എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 10 മിനിറ്റ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കുട്ടിക്ക് തന്നെത്താനെ തോന്നണം. ആ ഒരു ഫീൽ കുട്ടിയിൽ വന്നാൽ, ആ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ കുട്ടികൾ നിങ്ങളുടെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങും. യെസ്, എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഫീൽ കുട്ടിക്കും തോന്നി തുടങ്ങും. സോ എപ്പോഴും നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കുട്ടിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കുട്ടിയുടെ നിങ്ങളോട് സ്വകാര്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എപ്പോഴും ഒരു ക്വാളിറ്റി ടൈം, ആ ഒരു ടൈം ഐ വിൽ ബി ദ ബെസ്റ്റ് മദർ. ഞാൻ എൻ്റെ കുട്ടിയോട് ചിലവഴിക്കുന്ന ഈ ഒരു കുറച്ച് നേരമാണെങ്കിൽ പോലും അത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞാനൊരു നല്ല അമ്മയായിരിക്കും എന്ന് പൂർണ്ണ ഉറപ്പോടുകൂടി കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. മേക്ക് യുവർ ബെഡ് ടൈം സ്പെഷ്യൽ. നിങ്ങളുടെ ഉറങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് നേരം സ്പെഷ്യൽ ആക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. ഉറക്കം ഒരു റിലാക്സ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഉറക്കത്തിന് മുൻപ് നിങ്ങൾക്ക് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു അവരുടെ ഏറ്റവും സന്തോഷം തന്ന നിമിഷം, അല്ലെങ്കിൽ എന്തിനെ ഓർത്താണ് അവർ വിഷമിക്കുന്നത്, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ, ഇനി എന്താണ് അടുത്ത ദിവസത്തെ പ്ലാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചർച്ച ചെയ്യാം. പണ്ട് മുത്തശ്ശി കഥകൾ പറഞ്ഞ് ഉറക്കാറുള്ള കുട്ടികളെ പോലെ എല്ലാ കുട്ടികളും ആ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഉറങ്ങുന്ന ടൈം എപ്പോഴും സ്പെഷ്യലാക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഹൗ വാസ് യുവർ ഡേ ടുഡേ, നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ കുട്ടികളും ഒത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ തിരക്കുള്ള വീട്ടമ്മയാണ്, അങ്ങനെയല്ല എങ്കിൽ പോലും നിങ്ങളുടെ ചില ആക്ടിവിറ്റീസ്, വീട്ടിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുകയാണ് എങ്കിൽ ചെറുതായിട്ടൊന്ന് പാത്രം കഴുകാനോ അല്ലെങ്കിൽ തുടയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വാങ്ങാനോ ഒക്കെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തുക. സോ അവർക്ക് തന്നെ ഒരു ഫീൽ ഉണ്ട്, ഐ ആം ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദ ഫാമിലി, എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊരു വികാരം കുട്ടിക്ക് വരുമ്പോൾ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ടുഗദർനെസ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മോറൽ വാല്യൂസ് നിങ്ങൾ കുട്ടികളിലേക്ക് പകർത്താൻ ശ്രമിക്കുക. സോ ഞാനും ഒരു കൾച്ചേർഡ് ആയിട്ട്, എനിക്കും ഒരു മോറലുണ്ട് അല്ലെങ്കിൽ എനിക്കും ഒരു വാല്യൂ ഉണ്ട് എന്ന് കുട്ടിക്ക് തന്നെ തോന്നാൻ തുടങ്ങും. അതേപോലെ തന്നെ കുട്ടിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ കൂടെ അവരെ സഹായിക്കാൻ ശ്രമിക്കുക. ഹോംവർക്കിലാണെങ്കിലും അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വടിയെടുത്ത് കുട്ടിയെ വിരട്ടിയിരുത്തി പഠിപ്പിക്കുക എന്നല്ല. അവർക്ക് ഒരു ഹെൽപ്പിന് എനിക്കൊരാളുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം വരുത്തുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിക്കാൻ സഹായിക്കാം. അടുത്ത പോയിന്റായിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നാം, ബട്ട് ഡു സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ
കുട്ടികളിൽ തന്നെ ഒരു ഹീറോ ഇമേജ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ വാവ്, ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ അമ്മയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ചിലപ്പോൾ ഒരു ഡ്രൈവിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാം. നിങ്ങൾക്ക് പോട്രി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യുമ്പോൾ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരെ കാണിക്കുക, വാ ഇങ്ങനെയൊക്കെ ചെയ്യാം, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്താണ് അത് ചെയ്യാൻ ശ്രമിക്കുക. സോ അതെല്ലാം മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. സോ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പാരൻറ് ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി. ഐ ഫീൽ ദം ലൈക്ക് എ ഹീറോ. എനിക്കൊരു ഹീറോ ആയിട്ട് തോന്നുന്ന ഒരു ഫാക്ടർ എൻ്റെ അമ്മയിലുണ്ട് എന്ന് തോന്നിയാൽ അവർക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം വരാൻ സാധ്യതയുണ്ട്. കുട്ടികളോടൊത്ത് ഇടപെടുമ്പോൾ അവരെ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ എക്സൈറ്റഡ് ആവാനും കുഞ്ഞു കാര്യത്തിൽ സന്തോഷിക്കാനും ശ്രമിക്കുക. ചെറിയ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പേപ്പർ ടോയ് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് അമ്മ ഇതേ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ പോയേ എന്ന് പറയാതെ വാവ് കൊള്ളാലോ, നല്ല കാര്യം, വാവ് എക്സൈറ്റ് ആവുക. അവരെ കൂടെ തന്നെ ഒന്ന് എക്സൈറ്റ് ആയി അവരെ സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക. മേക്ക് എ ഗെയിം ടുഗെദർ. കുട്ടികളോട് ഒരുമിച്ച് കളിക്കാം. ചിലരെങ്കിലും ചിന്തിക്കും, അയ്യോ എനിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി എങ്ങനെയാ കുട്ടികളെ കൂടെ പോയി കളിക്കുന്നത്? അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി എൻ്റെ കുട്ടികളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് ചിന്തിച്ച് ഒരുമിച്ച് കളിക്കാൻ ഒരുങ്ങുന്ന രക്ഷിതാക്കൾ, കുട്ടികളുടെ മനസ്സും ഫ്രഷ് ആകുന്നു, നിങ്ങളുടെ മനസ്സും അതോടൊപ്പം ഫ്രഷ് ആകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ഇന്റർപേഴ്സണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കുട്ടികളുടെ ഇടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ച് കുട്ടികളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരുമിച്ച് കളിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങളുടെ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടികളോട് കഥകൾ പറയാൻ ആവശ്യപ്പെടാം. ആ ഒരു കഥ പറച്ചിലിൽ ചിലപ്പോൾ കുട്ടികൾ നമ്മളോട് കഥ പറയാൻ ആവശ്യപ്പെടാറുണ്ടാവും. അതല്ല, മറിച്ച് കുട്ടികളോട് ഇങ്ങോട്ടൊരു കഥ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ ക്രിയാത്മകത, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. സോ കുട്ടികളുടെ മനസ്സിൽ എന്താണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അവർ പറയുന്നത് റബ്ബിഷ് ആയിരിക്കും, ഫാൻറ്റസീസ് ആയിരിക്കും, അവർ കഥ ഉണ്ടാക്കി പറയും. അപ്പോൾ ഒന്ന് കളിയാക്കാതെ ക്ഷമയോടെ അവരെ കേട്ടിരിക്കുക. അവരുടെ കഥയിൽ അവർ പറയുന്ന ഹീറോസിൻ്റെ വാല്യൂസ്, അവരുടെ ഇമാജിനേഷൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ എന്താണ് എന്ന് അവരിൽ കൂടുതലായിട്ട് അവരെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരവസരമായിട്ട് കണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഒരു കഥ പറയിക്കാൻ ശ്രമിക്കാം. ഒരു കുട്ടിയോട് മാത്രം കൂടുതൽ സമയം ചെലവഴിക്കാതെ രണ്ടു പേർക്കും തൻ്റെ ഈക്വൽ ടൈം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ കുട്ടിക്ക് തന്നെ തോന്നും, അല്ല എൻ്റെ കൂടെ അമ്മ ഇത് ചെയ്തു. ഇപ്പോൾ ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ ഒരു കുട്ടിയാണ് കൂട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം പുറത്ത് പോകുമ്പോൾ അടുത്ത ആളെ കൂട്ടുക. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരാൾക്ക് മാത്രം സ്നേഹം പോകുന്നു എന്നൊരു ഫീല് കുട്ടികൾക്ക് ഉണ്ടാവാതെ രണ്ടു പേർക്കും ഈക്വൽ ടൈം ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ അവരെ ബാലൻസ് ചെയ്ത് അവരിലേക്ക് നമ്മുടെ സ്നേഹം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കൂടെ ഒരാളെ എപ്പോഴും നമുക്ക് എൻകറേജ്മെന്റ് ആയിട്ട് കൂടെ ഉണ്ടായാൽ നമുക്ക് തന്നെ സന്തോഷമാണ്. അപ്പോൾ കുട്ടികളും കൂടെ ഒരാൾ എൻകറേജ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എൻ്റെ കൂടെ ഒരാൾ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ എൻകറേജ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന വിശ്വാസത്തിൽ അവരും ഒരുപാട് സന്തോഷിക്കും. സോ എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ട്രഡീഷൻ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ട്രഡീഷൻ എപ്പോഴും ഫോളോ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ കൊന്ത വരയ്ക്കാം, കുരിശ് വരയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെങ്കിൽ ഒരുമിച്ച് വിളക്ക് കത്തിച്ച് നാമം ജപിക്കാം. സോ ഇതൊക്കെ ഒരു ട്രഡീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മോറൽ വാല്യൂ ഇതാണ്, എൻ്റെ ട്രഡീഷൻ ഇതാണ് എന്ന് കുട്ടിയിലേക്ക് നിങ്ങൾ ഒരു വാല്യൂസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഈ ഒരു 15 കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടി കുട്ടികൾ നിങ്ങളിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ സ്നേഹം പ്രകടമാക്കുന്ന രീതികളാണ് ഞാനിവിടെ കവർ ചെയ്യാൻ ശ്രമിച്ചത്. സോ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യുവർ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് യു, ദാറ്റ് യു ലവ് ദം. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ കുട്ടികൾ മനസ്സിലാക്കുകയും എൻ്റെ അമ്മയ്ക്ക് വേർതിരിവില്ല, രണ്ടുപേരെയും ഈക്വലായിട്ട് സ്നേഹിക്കുന്നു എന്ന് കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. കുട്ടികളെ നിങ്ങളുടെ സ്നേഹം അറിയിക്കാൻ ശ്രമിക്കുക.
പ്രശ്നം പറഞ്ഞ സുഹൃത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഉപകാരമായി കാണും എന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏവരും നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെ ആയാലും അഗ്നി ഇഗ്നൈറ്റിംഗ് ലൈഫ്സ് 20@gmail.com അയക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കമന്റ് രൂപത്തിൽ നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി അഗ്നി ഇഗ്നൈറ്റിംഗ് ലൈഫ്സ് വരും എപ്പിസോഡുകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറാൻ എന്തായാലും ശ്രമിക്കുമെന്ന് വാക്ക് തന്ന് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. It's Agni signing off for the day. Bye bye. Take care. Thank you.